എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗുഡ് ബോയ്, ബസൂക്ക, എന്നു സ്വന്തം പുണ്യാളൻ എന്നീ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ഗുഡ് ബോയ് എന്ന സിനിമയെ പറ്റിയാണ്. ഒരു യുവദമ്പതികൾ ഒരു പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നു. ആദ്യം എല്ലാം സാധാരണ പോലെ തന്നെയാണ് ഉണ്ടായിരുന്നത്. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അസാധാരണമായ സംഭവങ്ങൾ അവരുടെ വീട്ടിൽ നടക്കുന്നു. ഈ ഒരു സംഭവത്തെ പറ്റിയാണ് ഈ ഒരു സിനിമ പറഞ്ഞു പോകുന്നത്. ഈ ഒരു സിനിമയിൽ ജസ്റ്റിൻ ലോങ്, ഇന്ത്യൻ എസ്ലി, സ്റ്റീഫൻ റൂട്ട് എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒരു സൂപ്പർ നാച്ചുറൽ ഹൊറർ സിനിമയാണ് ഇത്. ഇപ്പോഴിതാ ഗുഡ് ബോയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ആമസോൺ പ്രൈമും ആപ്പിൾ TVയുമാണ്. ഈ ഒരു സിനിമയുടെ OTT അപ്ഡേറ്റ്സ് ഇന്ന് രാത്രി 12 മണിക്ക് OTT റിലീസ് ചെയ്യും. ഒരു സിനിമയിൽ 2 യുവതികളുടെ ജീവിതത്തെ പറ്റിയാണ് പറഞ്ഞു പോകുന്നത്. വ്യത്യസ്ത സ്വഭാവങ്ങളും ചെറിയ ചെറിയ തർക്കങ്ങളും ജീവിതശൈലിയിലെ കോൺഫ്ലിക്ട്സുമാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ ഇന്ന് രാത്രി 12 മണിക്ക് ഈ ഒരു സിനിമയുടെ OTT റിലീസ്. അടുത്ത അപ്ഡേറ്റ് യൂത്ത് എന്ന സിനിമയെ പറ്റിയാണ്. റീജിയണൽ ഫിലിം ആയതുകൊണ്ട് തന്നെ കാസ്റ്റിംഗ് സ്റ്റേറ്റ് അനുസരിച്ച് ഇത് മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പ്രധാനമായും ന്യൂ ഫേസ് താരങ്ങളാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. യൂത്ത് ഡ്രാമ ഒരു കമ്മിങ് ഓഫ് ഏജ് സിനിമയാണ്. യുവജനങ്ങളുടെ ജീവിതമാണ് പറഞ്ഞു പോകുന്നത്. ഫ്രണ്ട്ഷിപ്പ്, ലവ്, കരിയർ, ടെൻഷൻ, ഫാമിലി എക്സ്പെക്റ്റേഷൻസ് എന്നിവയാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഇന്ന് രാത്രി 12 മണിക്ക് യൂത്ത് എന്ന സിനിമയുടെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് മാ ഇന്റി കഥ എന്ന സിനിമയെ പറ്റിയാണ്. തെലുങ്ക് റീജിയണൽ ഫിലിം ആയതിനാൽ പ്രധാനമായും ഈ ഒരു സിനിമ ഇന്നായിരിക്കാം OTT റിലീസ് ചെയ്യുന്നത്. മാ ഇന്റി കഥ എന്ന സിനിമ ഒരു കുടുംബത്തിന്റെ ജീവിതത്തെ പറ്റിയാണ് പറഞ്ഞു പോകുന്നത്. കുടുംബ ബന്ധങ്ങളും മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, മിസ്അണ്ടർസ്റ്റാൻഡിങ് എന്നിവയാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ഈ TVയിൽ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ആശകൾ 1000 എന്ന സിനിമയെ പറ്റിയാണ്. ഈ ഒരു സിനിമയിൽ ജയറാം, കാളിദാസ് ജയറാം, ആശ ശരത് എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. ഒരു ഫാമിലി എന്റർടൈൻമെന്റ് സിനിമയാണ് ഇത്. ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത് ZEE5 ആണ്. ഏപ്രിൽ 17 അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ഈ ഒരു സിനിമയുടെ OTT ZEE5ൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് വിലായത്ത് ബുദ്ധ എന്ന സിനിമയെ പറ്റിയാണ്. ഇതൊരു സ്മഗിൾ കഥയാണ് പറഞ്ഞു പോകുന്നത്. അവനും അവൻ്റെ പഴയ ഗുരുവായ ഒരു കോൺഫ്ലിക്റ്റ് ആണ് പറഞ്ഞു പോകുന്നത്. സാൻഡൽവുഡ് ചുറ്റിപ്പറ്റിയാണ് കഥ നടക്കുന്നത്. ഈഗോ ക്ലാഷ് ആവുകയും റിവെഞ്ച്, പവർ സ്ട്രഗിൾസ് എന്നിവയും ബന്ധപ്പെട്ട സിനിമയാണ് ഇത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. ആമസോൺ പ്രൈമാണ് ഈ ഒരു സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT ഈ മാസം അവസാനം തന്നെ ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് ആൽഫ മെയിൽസ് എന്ന സീരീസിനെ പറ്റിയാണ്. ഈ ഒരു സീരീസ് 4 പുരുഷന്മാരുടെ ജീവിത കഥയാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ നെറ്റ്ഫ്ലിക്സിൽ ഏപ്രിൽ 17 അതായത് ഇന്ന് രാത്രി 12 മണിക്ക് ആൽഫ മെയിൽസിന്റെ OTT റിലീസ് ഉണ്ടാവും. അടുത്തൊരു അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയെ പറ്റിയാണ്. ദിലീപ് നായകനായ ഈ ഒരു സിനിമയിൽ നിത പിള്ളൈ, പ്രണീത സുഭാഷ്, അജ്മൽ അമീർ എന്നിവരും അഭിനയിച്ചിട്ടുണ്ട്. ഇതൊരു റിയൽ ഇൻസിഡന്റ് അടിസ്ഥാനമാക്കിയാണ് കഥ പറഞ്ഞു പോകുന്നത്. 1980കളിൽ കേരളത്തിൽ നടന്ന ഒരു പോലീസ് കേസുമായി ബന്ധപ്പെട്ട കഥയാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ ഈ ഒരു സിനിമയുടെ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. വിഷുവിന് സർപ്രൈസായി ഈ ഒരു സിനിമ വരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു സിനിമയുടെ OTT ഇവർ റിലീസ് ചെയ്തില്ല. ഇപ്പോഴിതാ ഏപ്രിൽ മാസം അവസാനം സൈന പ്ലേയിൽ തങ്കമണിയുടെ OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.